എല്ലാവർക്കും സ്വാഗതം. ഒരു 350 ഗ്രാം മെക്സിക്കൻ ചീര വെച്ചിട്ട് നല്ല തോരനുണ്ട്. മെക്സിക്കൻ ചീര താണ്ട് ഈ കാണുന്ന 6 അടി ഉയരത്തിൽ വരുന്നത് മായൻ ചീര എങ്ങനെ അറിയപ്പെടും. ഇത് ആൻറ്റി ഓക്സിഡൻ്റ്, പ്രോട്ടീൻ, കാൽസ്യം, അയൺ ഇതൊക്കെ അടങ്ങിയാണ്. ഇത് കൊളസ്ട്രോളിനെ ലോവർ ചെയ്യും. ഇതിൻ്റെ തളിരില ഒരു 350 ഗ്രാം കട്ട് ചെയ്ത് ചെറിയ പീസ് ഇതാണ്. തളിരില മാത്രം എടുത്തിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 3 മിനിറ്റ് തിളപ്പിക്കണം. ഇതിനൊരു ചെറിയ കട്ടുണ്ട്, അത് മാറാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് പീസാക്കണം. കട്ട് ചെയ്ത് ചെറിയ പീസാക്കണം. ചീര അരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് അലൂമിനിയം പാത്രം ഉപയോഗിക്കരുത്. അലൂമിനിയം ബാക്കി പാത്രങ്ങൾ ഉപയോഗിക്കുക. അലൂമിനിയം പ്രവർത്തിക്കും. അതുകൊണ്ട് പിന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞ് ചെറിയ പീസാക്കണം. എന്നിട്ട് 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ചുവന്നുള്ളി, കടുക് ഇറക്കുന്നത്, 1 സ്പൂൺ 1 കപ്പ് തേങ്ങ ചിരകിയത്. ഇതൊരു പാനകത്ത് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ കടുക്, കുറച്ച് ചുവന്നുള്ളിയൊക്കെ ഇട്ട് കടുക് വറുത്ത് കടുക് പൊട്ടുന്നേരം ഇളക്കാം. മെക്സിക്കൻ ചീര ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഇത് മെക്സിക്കോ എന്നാണ് ഇതിൻ്റെ ജന്മദേശം. അപ്പോൾ അതിന് ചോപ്പ് ചെയ്ത സവാള ഇട്ട് നല്ലൊരു നിളക്കാം. സവാള അത് മൂത്ത് വരുന്നവരെ നല്ലോണം നിളക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്. ഇത് ഇളക്കാം. പിന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതൊന്ന് ഇളക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരിക്കിയത് ഇട്ട് നല്ലതൊന്ന് ഇളക്കാം. തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചീരയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് നല്ലൊരു നടക്കും. നല്ലൊരു മിക്സ് ചെയ്യും. നല്ലൊരു ഇളക്കും. ശേഷം ഒരു 6 സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കും. വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യും. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വേവിക്കും. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നല്ലോണം വേവിക്കും. അതിനുശേഷം ആ ലിഡ് മാറ്റിയിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്നു വെച്ചാൽ വേവിക്കും. മെക്സിക്കൻ മായം ചീര തുറന്നു വെച്ചാൽ പിന്നെ വേവിക്കും. ഒരു 15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം ഇളക്കുക. ഇടയ്ക്കുന്ന ഇളക്കുക. അപ്പം ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇത് അമേരിക്കയാണ് ഇതിൻ്റെ ജന്മദേശം. മെക്സിക്കോ, മധ്യൻ അമേരിക്ക. പിന്നെ കേരളത്തിൽ ഇത് നല്ലൊരു പിടിക്കും. ഇതിൻ്റെ കമ്പുകൾ പിടിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.